BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Today is my day. Polywootal Silks, Kottayam, Thrissur, Thodupuzha, Kollam. K. Purushothaman and Sons, Golden Jewelry, Telephone Exchange Junction, Thodupuzha. Parayanjalil Jewelers, Jyoti Bazaar, Thodupuzha. Phone 222401. Desire, Colorical Bazaar, near Private Bus Stand, Thodupuzha. Spendex Industries Designer Tiles near Kaniyamuri Bridge, Kanjiramattam, Thodupuzha. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. Royal, the complete family shopping, near Private Bus Stand, Thodupuzha. Hedge Wealth Management Services. കഴിഞ്ഞ കാറ്റിനും മഴയ്ക്കും മൊത്തം നശിച്ചായി വീട്. അത് നന്നാക്കാൻ വേണ്ടിയാ ഞാൻ ഈസി ലോൺ എടുത്തത്. എത്ര പെട്ടെന്നാ ലോൺ കിട്ടിയെന്നറിയാമോ? ഇതാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിതാ ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. 23 വർഷത്തെ സെയിൽസ് ആൻഡ് സർവീസ് തുടർന്നുകൊണ്ട് ഫ്രീസിംഗ് പോയിന്റ്, സിഗ്നൽ ജംഗ്ഷൻ, വെങ്ങല്ലൂർ, തൊടുപുഴ. AC അതിന്റെ വിദഗ്ധരിൽ നിന്ന്. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. KG's Jewelry, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. 68 years of service. വിശ്വസ്തത, മിതമായ വില. സിയോൺ ഫർണിച്ചേഴ്സ്, മൂവാറ്റുപുഴ റോഡ്, ഇടയ്ക്കാട്ടുകയറ്റം, തൊടുപുഴ. ഫോൺ 9747795519. Malabar Gold and Diamonds. Celebrate the beauty of life. ആരേ ഗായത്രി? ഗായത്രി തൊടുപുഴയിലാ. Designing in the Proudy, Gayatri Designs. Materials, sarees, designing, stitching. Ladies ranges in all categories. Gayatri Designs, Thodupuzha. വിവിധ നിലകളിലായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വിശാലമായ ഷോറൂമിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ വീടുകൾ അലങ്കരിക്കുവാനുള്ള ഫ്ലവേഴ്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, നിലവിളക്കുകൾ തുടങ്ങിയവയുടെ ആകർഷകമായ ശേഖരം. പട്ടരുമടം സ്റ്റീൽ ഹൗസിന്റെ പുതിയ സംരംഭം പട്ടരുമടം ബി മാർട്ട്, അമ്പലം ബൈപ്പാസ് റോഡ്, തൊടുപുഴ. ഓപ്പോ എക്സ്ക്ലൂസീവ് ഷോറൂം, ഓപ്പോസിറ്റ് റെസ്റ്റ് ഹൗസ്, മൂവാറ്റുപുഴ റോഡ്, തൊടുപുഴ. നിങ്ങളുടെ മനസ്സിനനുയോജ്യമായ ഫർണിച്ചറുകൾ തിരഞ്ഞെടുക്കാവുന്ന അപൂർവം ഫർണിച്ചർ കടകളിലൊന്നാണ് റോയൽ ഫർണിച്ചർ മടക്കത്താനം. ഫോൺ 9544772025, 9747929290. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി ഹോട്ടൽ മാനേജ്മെന്റ് പഠന മേഖലയിൽ സജീവ സാന്നിധ്യമായ ബ്രൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവിധ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബ്രൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓപ്പോസിറ്റ് ശ്രീകൃഷ്ണ ടെമ്പിൾ, തൊടുപുഴ. അരുണാപുരം, പാല. PP ജോസ് റോഡ്, ചങ്ങനാശ്ശേരി. ഗുരുനാരായണ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, പടിഞ്ഞാറേക്കോടിക്കുളം, തൊടുപുഴ. ഫോൺ 9947177344. ഇന്ത്യയിലെ പ്രമുഖ ഡിസൈനർമാർ കല്യാൺ സിൽക്സിന്റെ സ്വന്തം ഡിസൈൻ സലൂണുകളിൽ അണിയിച്ചൊരുക്കുന്ന യൂത്ത് കളക്ഷൻസ്. ക്ലാസ്മേറ്റ്സ് ബൈ കല്യാൺ സിൽക്സ്. അപ്പൊ ബെറ്റ് തൊട്ടതിന്റെ പൈസ എടുക്കും. അതൊക്കെ തരാം, പക്ഷേ ആദ്യം ഞാൻ കല്യാൺ സിൽക്സ് വരെ ടൂർ പോയിട്ട് വരാം. കല്യാൺ സിൽക്സ്. മികച്ച വിളവിനും അധിക ലാഭത്തിനും മൾട്ടി റൂട്ട് ജാതികൾ കൃഷി ചെയ്യുക. ചെറുകുന്നിൽ നഴ്സറി, KCB സബ്സ്റ്റേഷൻ സമീപം, NH റോഡ്, ചാറ്റുപാറ, അടിമാലി. വളർന്നു വരട്ടെ ഒരു മൾട്ടി റൂട്ട് സംസ്കാരം. നെല്ലിവേലിൽ കർട്ടൻ ആൻഡ് ഫർണിഷിംഗ്, മുണ്ടമറ്റം പമ്പിന് സമീപം, മൂവാറ്റുപുഴ റോഡ്, തൊടുപുഴ. ഫോൺ 9961055419. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൊടുപുഴയിലെ പുതിയ KSRTC മന്ദിരത്തിലെ കടമുറികളുടെ ലേലം അലങ്കോലപ്പെട്ടു. 25 ലക്ഷം രൂപ മിനിമം ഡെപ്പോസിറ്റ് വേണമെന്ന അധികൃതരുടെ നിലപാടാണ് പ്രതിഷേധത്തിന് കാരണമായത്. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികം അരങ്ങ് 2017 ആഘോഷിച്ചു. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രസന്ന ഉദ്ഘാടനം ചെയ്തു.
മുതലക്കോടം ഹോളി ഫാമിലി സ്കൂൾ ഓഫ് നഴ്സിംഗിൽ പുതിയതായി പ്രവേശനം നേടിയ കുട്ടികളുടെ ലാംപ് ലൈറ്റിംഗ് സെറമണിയും പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഉണക്കമരം. ലോറി സ്റ്റാൻഡിന് സമീപത്തായിട്ടാണ് ഈ മരം നിൽക്കുന്നത്. തൊടുപുഴയിൽ പുതിയതായി നിർമ്മിച്ച ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ മന്ദിരത്തിന്റെ വെഞ്ചരിപ്പ് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. Today is my day. Polywootel Silks, Kottayam, Thrissur, Thodupuzha, Kollam. വാർത്തകൾ വിശദമായി. തൊടുപുഴയിലെ പുതിയ KSRTC മന്ദിരത്തിലെ കടമുറികളുടെ ലേലം അലങ്കോലപ്പെട്ടു. മുറികൾ എടുക്കുന്നതിന് നൂറുകണക്കിന് അപേക്ഷകർ ഉണ്ടായിരുന്നു. 2500 രൂപ വില നൽകി അപേക്ഷയും 20,000 രൂപ മിനിമം ഡെപ്പോസിറ്റും നൽകിയാണ് ആളുകൾ ലേലത്തിനെത്തിയത്. എന്നാൽ 25 ലക്ഷം രൂപ മിനിമം ഡെപ്പോസിറ്റ് വേണമെന്ന അധികൃതരുടെ നിലപാടാണ് പ്രതിഷേധത്തിന് കാരണമായത്. ആദ്യം ഇക്കാര്യം അറിയിച്ചില്ല എന്നാണ് ജനങ്ങളുടെ പരാതി. ഇതേസമയം KSRTCയുടെ നിയമങ്ങൾ പാലിക്കണമെന്നാണ് തങ്ങൾ ആവശ്യപ്പെട്ടതെന്ന് അധികൃതർ പറഞ്ഞു. ചീഫ് അക്കൌണ്ട്സ് ഓഫീസർ ഐസക്കുട്ടി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷറഫ് മുഹമ്മദ്, ചീഫ് എഞ്ചിനീയർ R. ബിന്ദു, വിജിലൻസ് ഓഫീസർ ശിവകുമാർ, ഓഡിറ്റ് ഓഫീസർ പ്രകാശ് കുമാർ, DTO ശിവശങ്കരപിള്ള തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തൊടുപുഴയിലെ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ കരിപ്പാട്ട് ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. ചേർത്തലയിൽ കഴിഞ്ഞ 3 ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾ ഓപ്ഷൻ ചെയ്ത് കൊടുത്തു. കാസർഗോഡ് പൂർണ്ണമായിട്ടുണ്ട്, കൊട്ടാരക്കരയിൽ പൂർണ്ണമായിട്ടുണ്ട്, കാട്ടാക്കരയിൽ പൂർണ്ണമായിട്ടുണ്ട്, പത്തനംതിട്ടയിൽ ഉടനെ ചേർന്നു. അപ്പൊ ഇങ്ങനെയുള്ള കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഷോപ്പുകൾ ആവശ്യാനുസരണം വ്യാപാരികൾക്കായിട്ടുള്ളവർക്ക് കൊടുത്തിട്ട് KSRTC വരുമാനം ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾ വരുന്ന വാടകമാണ് KSRTC വരുന്നത്. 229 സ്ക്വയർ ഫീറ്റുള്ള ഈ മുറിക്ക് KSRTC ഫിക്സ് ചെയ്തിരിക്കുന്നത് 25 ലക്ഷം രൂപയാണ്. അതിനകത്ത് 10,000 ഗുണങ്ങളായിട്ട് ഈ പറയുന്ന ജിപോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള 17 പേർക്ക് വിളിക്കാം. ആരും വിളിക്കാത്ത ഞങ്ങളുടെ സെന്റർ ക്യാൻസൽ ചെയ്യും. ഈ ഷോപ്പിംഗ് കോൾ മെഷീൻ ഇവിടെ സർക്കാർ നിയമം അനുസരിച്ച് ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾക്ക് ടെൻഡർ ചെയ്ത് തന്നത്. ഇവിടെ ചെയ്തു തന്ന ടെൻഡറിൽ 12 ലക്ഷം രൂപയ്ക്ക് കോട്ട് ചെയ്തിട്ട് ആ ടെൻഡർ ഇവിടെ ക്യാൻസൽ ചെയ്തു. ഇതിന് അടിസ്ഥാന ഒരു തുക എത്രയാണെന്ന് KSRTC ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ടെൻഡർ. ഇപ്പോൾ ഞങ്ങളുടെ ഡിപ്പോസിറ്റ് പൈസയും സെക്യൂരിറ്റി ആയി വാങ്ങിച്ച 2000 തിരിച്ചു തന്നില്ല എങ്കിൽ ഞങ്ങൾ KSRTCക്കെതിരെ കേസ് കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികം അരങ്ങ് 2017 ആഘോഷിച്ചു. സെന്റ് ജോസഫ് LP സ്കൂളിൽ നടന്ന വാർഷികാഘോഷ പരിപാടികൾ ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കാനും നമുക്ക് എല്ലാത്തിനും സാധിക്കുന്നത് നമ്മുടെ ചെയർപേഴ്സൺ, കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ നൽകുന്ന നല്ല നല്ല ഉപദേശങ്ങൾ, അവരെ ജില്ലാ മിഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഏതെല്ലാം രീതിയിൽ പോയാൽ നമുക്ക് നല്ല നേട്ടങ്ങൾ, സാമ്പത്തികമായ നേട്ടം കൈവരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിലാണ് പരിശീലനം ലഭിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് നിങ്ങളിലേക്ക് എത്തിച്ചെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചയും. നമ്മൾ നേടുന്ന അറിവുകൾ നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആരിലും എത്തിച്ചേരുകയില്ല. നമ്മൾക്ക് കിട്ടുന്ന അറിവ്, പലരിൽ നിന്ന് കിട്ടുന്ന അറിവ് വിവിധ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വിവിധ ആശ്രയം ഏത് വ്യക്തിക്കാണ് അത് കണ്ടെത്തി കൊടുക്കേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും പങ്കുവെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോയി ഈ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനെല്ലാവരും ഈ കുടുംബശ്രീയിലെ പ്രവർത്തകർ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാവുന്നതാണ്. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സജീവ് അധ്യക്ഷത വഹിച്ചു. മെമ്പർ സെക്രട്ടറി ഷാജു മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ R. ബിനു മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് തങ്കപ്പൻ ലിങ്കേജ് ലോൺ വിതരണം നടത്തി. റാലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുടുംബശ്രീക്കുള്ള അവാർഡ് PN സീതി സമ്മാനിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം റോയ് കെ പൗലോസ് ഏറ്റവും നല്ല കുടുംബശ്രീക്കുള്ള അവാർഡ് സമ്മാനിച്ചു.
ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സോമി പുളിക്കൻ, ബേസിൽ ജോൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KS രാജൻ, ജിജി സുരേന്ദ്രൻ, ജോൺസൺ കുര്യൻ, ഷീല സുരേന്ദ്രൻ, അജിമോൾ ശ്രീധരൻ, സിന്ധു പ്രകാശ്, നൈസി ഡെനിൽ, ബീന രവീന്ദ്രൻ, TC രാജൻ, നീതു ബാബുരാജ്, റിജോ ജോസഫ്, ജോയി മാത്യു, ജോണി മാത്യു, ഷാനിദ അലിയാർ, ബാങ്ക് മാനേജർ ദീപ വി ദാമോദരൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KR സോമരാജൻ, നളിനി രവീന്ദ്രൻ, CDS ചെയർപേഴ്സൺ ഹാജറ സെയ്ദ് മുഹമ്മദ് സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ നിഷ സജി നന്ദിയും പറഞ്ഞു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നൂറുകണക്കിന് കുടുംബശ്രീ പ്രവർത്തകർ അണിനിരന്ന മത്സര സ്വഭാവത്തോടെയുള്ള വർണ്ണോജ്ജലമായ റാലിയും നടന്നു. തൊടുപുഴ നഗരസഭയിലെ ഗ്രീഷ്മം 2017 ഭാഗമായി ചുങ്കത്ത് നടന്നുവരുന്ന ക്യാമ്പ് നഗരസഭ വൈസ് ചെയർമാൻ TK സുധാകരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ചക്ക തേങ്ങ മാങ്ങ എന്ന പേരിൽ ഗ്രീഷ്മോത്സവം 2017 രണ്ടാമത്തെ ക്യാമ്പുകൾ ആരംഭിക്കുക. നമുക്ക് പഴയകാല ഭക്ഷണങ്ങളെ പറ്റി മനസ്സിലാക്കുന്നതിനും അതിൻ്റെ രുചികൾ മനസ്സിലാക്കി അത് തുടർന്ന് കഴിക്കുന്നതിനും അതോടൊപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ നിങ്ങളുടെ കൂട്ടായ്മയിലൂടെ അത് പ്രചരിപ്പിക്കുന്നതിനും അത് അവതരിപ്പിക്കുന്നതിനും ഒക്കെയുള്ള വേദിയാക്കുന്നതിനും അതിലുപരി നിങ്ങളിൽ ശുചിത്വം നിലനിർത്തുന്നതിനുള്ള ബോധവൽക്കരണം കൂടിയാണ് ഈ പദ്ധതിയുടെ സർക്കാർ നഗരസഭയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ എത്തിയിട്ടുള്ള കുട്ടികൾ 3 ദിവസവും വളരെ ശ്രദ്ധയോടുകൂടി അതിൽ പങ്കെടുക്കുകയും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ നല്ല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ചക്ക, മാങ്ങ, തേങ്ങ തുടങ്ങിയവ കൊണ്ടുള്ള വിഭവങ്ങളും കുട്ടികളെ പരിചയപ്പെടുത്തുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. വാർഡ് കൌൺസിലർ സുമമോൾ സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ നിർമ്മല ഷാജി, ബാബു പരമേശ്വരൻ, RRG, PV ഷിബു, CDS ചെയർപേഴ്സൺ K ജമീല തുടങ്ങിയവർ പങ്കെടുത്തു. CMJ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഡ്യൂക്കേഷനിൽ ഫാദർ ജോൺസൺ ഓറോപ്ലാക്കൽ ഡോക്ടറേറ്റ് നേടി. അധ്യാപക വിദ്യാർത്ഥികളുടെ സ്പിരിച്വൽ ഇന്റലിജൻസിനെ കുറിച്ച് നടത്തിയ ഗവേഷണ പഠനത്തിനാണ് ഡോക്ടറേറ്റ് ലഭിച്ചത്. മൈലക്കൊമ്പ് സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ വൈസ് പ്രിൻസിപ്പലായി പ്രവർത്തിച്ചു വരുന്നു. 12 ലക്ഷത്തോളം വരുന്ന റബ്ബർ കർഷകർ കടുത്ത പ്രതിസന്ധിയിലായിട്ടും കേന്ദ്ര സർക്കാർ യാതൊരു പരിഗണനയും റബ്ബർ കർഷകർക്ക് നൽകുന്നില്ല എന്ന് കത്തോലിക്ക കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ബിജു പറയുന്നിലം ആവർത്തന കൃഷിക്ക് ലഭിച്ചിരുന്ന സബ്സിഡികൾ നിർത്തലാക്കുവാനും കേരളത്തിലെ റബ്ബർ ബോർഡ് ഓഫീസുകൾ പൂട്ടുവാനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ ശക്തമായ സമരത്തിന് കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വം നൽകും. നിർത്തിവച്ചിരിക്കുന്ന റബ്ബർ സബ്സിഡി വിതരണം റബ്ബർ വില 120 രൂപയായ സാഹചര്യത്തിൽ ഉടൻ പുനഃസ്ഥാപിക്കുവാൻ കേരള സർക്കാർ തയ്യാറാകണം. റബ്ബർ കർഷകർക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രത്യേക പദ്ധതികൾ രൂപീകരിച്ച് കർഷകരോട് നീതി പുലർത്തണമെന്നും ബിജു പറയുന്നിലും ആവശ്യപ്പെട്ടു. ഓഷ്യാനയിലെ ഏറ്റവും വലിയ മലയാളി സംഘടനയായ ഓക്ലാൻഡ് മലയാളി സമാജത്തിന് പുതിയ സാരഥികൾ തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസിലാൻഡിലെ മലയാളികളുടെ നിരവധിയായ ആവശ്യങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ കൂടുതലായി ഉണ്ടാകുമെന്നും കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം കൈമോശം വരാതെ അതിന്റെ തനിമയിൽ വരും തലമുറയ്ക്ക് കൈമാറാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്ന കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകിയതായും ഭാരവാഹികൾ അറിയിച്ചു. ഭാരവാഹികളായി ബെന്നി പന്തലാനി പ്രസിഡന്റ്, ബ്ലസൻ എൻ ജോസ് വൈസ് പ്രസിഡന്റ്, തോമസ് ജോസഫ് മൂലശ്ശേരിയിൽ സെക്രട്ടറി, ഡോക്ടർ വിമൽ ഗംഗാധരൻ ജോയിന്റ് സെക്രട്ടറി, വേണു നായർ ട്രഷറർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി അനിൽ ജോസഫ്, സെബാസ്റ്റ്യൻ, ഡോക്ടർ സ്മിത ഷാജി, ജൂലി വിനു, നിജിയ രഞ്ജു എന്നിവരെ തിരഞ്ഞെടുത്തു.
പടിഞ്ഞാറേ കോടിക്കുളം ഗവൺമെന്റ് SHSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 2017-2018 അധ്യയന വർഷത്തിൽ ഗസ്റ്റ് അധ്യാപകരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കും. മലയാളം, ഇംഗ്ലീഷ്, ഇക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കൊമേഴ്സ് എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും BEഡും സെറ്റും യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു. ഇതിലേക്കുള്ള ഇന്റർവ്യൂ മെയ് 23 ചൊവ്വാഴ്ച 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടത്തും. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. ഫോൺ 048622799418. തൊടുപുഴയിൽ പുതിയതായി നിർമ്മിച്ച ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ മന്ദിരത്തിന്റെ വെഞ്ചരിപ്പ് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. രൂപത വികാരി ജനറൽ മോൺസൺ ജോർജ് ഒലീപ്പുറം, CMI ഡയറക്ടർ ഫാദർ ജോസഫ് കല്ലറയ്ക്കൽ, വൈദികർ, സന്യാസിനികൾ തുടങ്ങി നിരവധി ആളുകൾ സന്നിഹിതരായിരുന്നു. ചെറുസൂന മാസികയുടെ ഓഫീസിന്റെ ഉദ്ഘാടനം ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ട് നിർവഹിച്ചു. തൊടുപുഴ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപത്തു നിന്നും ന്യൂമാൻ കോളേജിലേക്കുള്ള മദർ തെരേസ ലൈനിലാണ് പുതിയ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. തൊടുപുഴ മേഖല കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ഇത് ഒരു സഹായമാകുമെന്നുള്ള ചിന്തയോടുകൂടിയാണ് അത് വാങ്ങിയത്. അത് വാങ്ങുന്നതിനുള്ള കാരണം ഞാനൊന്നുമല്ല. അത് വാങ്ങുന്നതിനുള്ള കാരണക്കാരനോട് നമ്മുടെ സ്നേഹമുള്ള അച്ഛൻ ഗറിക്കൽ സാറ്, അതുപോലെ മാത്യൂസി അളപ്പര, പരേതനായ സ്നേഹമുള്ള ജോസഫ് തുമ്പ്യാകുളം സാറ്, ഇവരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇത് ചെയ്തത്. അച്ഛാ, ഞങ്ങളിവിടെയല്ലേ അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്നവരാണ്. ജോലി കഴിഞ്ഞിട്ടുള്ള സമയമേ ഞങ്ങൾക്ക് മിഷൻ ലീഗിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഞങ്ങൾ ജോലി കഴിഞ്ഞ് കോതമംഗലം വരെ വന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നോക്കിയാൽ അത് അപ്രായോഗികമല്ലേ. അവിടെ വരുമ്പോഴത്തേക്കും ഇരുട്ടാണ്. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള സമയമേ ഉള്ളൂ. ഇവിടെ എവിടെയെങ്കിലും ഒരു സൗകര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ രാത്രി കാലങ്ങളിൽ ഇവിടെ വന്നിരുന്ന് മിഷൻ ലീഗിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതിന് ഞങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഒരു സൗകര്യം ഒരുക്കി തരാമോ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന്റെ ഫലമായിട്ട് നടന്ന അന്വേഷണങ്ങളുടെ ഫലമാണ് വാസ്തവത്തിൽ അന്ന് ഇവിടെ ഒരു 7 സെന്റ് സ്ഥലവും ഒരു കെട്ടിടവും അത് മതിയായിരുന്നു. എല്ലാത്തിനും അത് തികയുമായിരുന്നു. കാരണം അന്ന് ഒത്തിരി സ്ഥലത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഇരിക്കാൻ കസേരയോ ബെഞ്ചോ വെച്ചെഴുതാൻ ഒരു ഡെസ്കോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ സൗകര്യമായി എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാലമാണ്. അങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ഈ തൊടുപുഴ കേന്ദ്രീകരിച്ച് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങള് ഞങ്ങളെ എല്ലാവരെയും കൊണ്ടുവന്നെത്തിച്ചത്. കരിമണ്ണൂർ ഉടമ്പാട്ടുകുന്ന് അംഗൻവാടി മന്ദിരം ഉദ്ഘാടനം ചെയ്തു. 14ാം വാർഡ് മെമ്പർ സുഗു കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടോജോ പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബാലമറ്റത്തിന്റെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു നമുക്ക് സ്വന്തമായിട്ട് അംഗൻവാടി കെട്ടണം എന്നുള്ളത്. അത് ഇന്ന് നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെയേറെ കഷ്ടപ്പെട്ടും വളരെയേറെ പണിപ്പെട്ടുമാണ് നമ്മുടെ ഈ കെട്ടിടത്തിന് വേണ്ടി ഇതിന്റെ പേപ്പർ ഭാഗം ശരിയാക്കിയത്. സൂചേട്ടൻ വളരെ അക്ഷീണം പ്രയത്നിച്ചിട്ടാണ് നമുക്ക് ഇതിന്റെ പേപ്പർ ഭാഗങ്ങളൊക്കെ ശരിയാക്കാൻ സാധിച്ചത്. അത് സൂചേട്ടന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ കുടുംബാലമറ്റക്കാരോടും തന്നെ പറയുകയാണ്, നമ്മുടെ കരുണൂർ പഞ്ചായത്തിൽ ഇത്രയും നല്ലൊരു അംഗൻവാടി കെട്ടിടം പണിത് പൂർത്തിയാക്കി കിടക്കുന്നത് ഇവിടെ മാത്രമാണ്. ബാക്കിയുള്ള കെട്ടിടങ്ങളൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് 19 അംഗൻവാടിയിൽ ഒരു അംഗൻവാടിക്ക് മാത്രമേ ഇനി കെട്ടിടം പണിയാത്തതായിട്ടുള്ളൂ. അതും നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ കെട്ടിടം പണിത് നമ്മുടെ അംഗൻവാടികളെല്ലാം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവിധ ശ്രമങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അംഗൻവാടി എന്ന് പറഞ്ഞാൽ ഹൈടെക് തന്നെ ആകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം കമ്പ്യൂട്ടറൊക്കെ വേണം അംഗൻവാടിയിൽ നിന്നാണ് ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനങ്ങൾ. ആ തീരുമാനങ്ങളൊക്കെ നമുക്ക് ശിർസാവഹിച്ചുകൊണ്ട് നല്ല രീതിയിൽ അംഗൻവാടി പ്രവർത്തനം നടത്തുകയും എല്ലാ കുട്ടികളെയും ഇവിടെ വിടുകയും അത് ICT സൂപ്പർവൈസർ പറഞ്ഞ പോലെ നമുക്ക് LKG UKG വരെയുള്ള കാര്യങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ നമുക്ക് അംഗൻവാടിയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കുകയും
അതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കുകയൊക്കെ ചെയ്യണം. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആൻസി സിറിയക്, സിബി കുഴിക്കാട്ട്, ഡെയ്സി ജോഷി, ശിവൻകുട്ടി, ആനിയമ്മ ജോർജ്, നിസാമോൾ ഷാജി, ശോശാമ്മ, ബിന്ദു റോബോട്ട്, ജോസ്മി ജോസ്, കരയോഗം പ്രസിഡന്റ് കെ എ രാജേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ICDS സൂപ്പർവൈസർ ബെനറ്റ് സ്വാഗതവും അംഗൻവാടി ടീച്ചർ അനിത നന്ദിയും പറഞ്ഞു. തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഉണക്കമരം. ലോറി സ്റ്റാൻഡിന് സമീപത്തായിട്ടാണ് ഈ മരം നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു ഭാഗം അടർന്ന വാഹനത്തിന് മുകളിൽ വീഴുകയും യാത്ര ചെയ്തിരുന്ന കുടുംബത്തിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ബാക്കി ഭാഗമാണ് മറിഞ്ഞു വീഴാറായ അവസ്ഥയിൽ നിൽക്കുന്നത്. ഇതിന്റെ മുകൾ ഭാഗം വൈദ്യുതി ലൈനിൽ മുട്ടിയാണ് നിൽക്കുന്നത്. ദിവസേന നൂറുകണക്കിന് വാഹനങ്ങളും കാൽനട യാത്രക്കാരും കടന്നുപോകുന്ന ഈ റോഡിൽ മരം മുറിച്ചു മാറ്റണമെന്ന് പലതവണ അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും നിഷേധാത്മക സമീപനമാണ് സ്വീകരിച്ചത്. മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു കൂട്ടം സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഹങ്കാര മനോഭാവമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. വീഴാറായി നിൽക്കുന്ന ഈ മരം വളരെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുകയാണ്. അധികൃതരോട് ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിട്ടും ഈ മരം മുറിച്ചു നീക്കാനോ അതിന് വേണ്ട നടപടികൾ ഉണ്ടാക്കാനോ സാധിച്ചിട്ടില്ല. എത്രയും വേഗം ഇതിനൊരു നടപടി ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരുടെ. മരം മറിഞ്ഞു വീഴുകയും ഒരു കാറ് കേടുപാടുണ്ടായി അത് നഷ്ടപ്പെടുകയും ഉണ്ടായി. ഇനിയും ആ മരം വീഴാറായി നിൽക്കുന്ന അവസ്ഥയാണ്. ഞങ്ങൾ നൂറുകണക്കിന് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ വാഹനങ്ങൾക്കും ഞങ്ങൾക്കെല്ലാം അത് ഭീഷണിയാണ്. വൈകുന്നേരം ഞാൻ ഒരു 6 മണിയായപ്പോൾ വന്നപ്പോൾ ഇവിടെ ഭയങ്കര ജനക്കൂട്ടം കണ്ടു. ഒരു കുടുംബം സഞ്ചരിച്ചിരുന്ന ഒരു കാറിന് മുകളിലേക്ക് ആ മരം ഇടന്നു വീഴുകയും അതിനകത്ത് കുട്ടികൾ ഉൾപ്പെടെ വളരെ പരിക്കുകയും ചെയ്തു. വണ്ടിക്കാരും ബാക്കിയുള്ളവരൊക്കെ കൂടി ഞങ്ങളുടെ പ്രയത്നം കൂടി ഞാൻ ഉൾപ്പെടെ ആളുകൾ വാക്കത്തി കോടാലി എടുത്തുകൊണ്ടുവന്ന് ഇത് വെട്ടിമാറ്റുകയൊക്കെ ചെയ്തു. ഇവിടെ SI ശ്രീമോഹൻ സാർ ഉൾപ്പെടെ അവരെല്ലാം വന്നു. അതിനുശേഷം ഈ മരം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു ഭാഗമാണ് പെട്ടെന്ന് വീണേക്കണേ. അതിനുശേഷം നിൽക്കുന്ന മരം ഇപ്പം ഏത് നിമിഷവും എപ്പോഴും പെട്ടെന്ന അവസ്ഥയിലാണ്. ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇത് അധികൃതരുടെ പല പ്രാവശ്യം പറഞ്ഞിട്ടും തീരുമാനം ഉണ്ടായിട്ടില്ല. ഇതൊരു വൻ ദുരിതം ഒഴിവാക്കണമെങ്കിൽ എത്രയും വേഗം ഇതിനൊരു തീരുമാനം ഉണ്ടാകണമെന്നാണ്. മുതലക്കോടം ഹോളി ഫാമിലി സ്കൂൾ ഓഫ് നഴ്സിംഗിൽ പുതിയതായി പ്രവേശനം നേടിയ കുട്ടികളുടെ ലാം ലൈറ്റിംഗ് സെറമണിയും പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. എങ്ങനെ ഇവിടെ നിർവഹിക്കുന്നതിനെ കുറിച്ച് ആകാംക്ഷയും പ്രതീക്ഷയും ഉണ്ടാവും. സന്തോഷത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് സാധിക്കും. നഴ്സിംഗ് ഒരു പ്രൊഫഷൻ അല്ല എന്ന് മനസ്സിലാക്കുന്നത്. ഇതൊരു ശുശ്രൂഷയാണ്. ക്രൈസ്തവ സഭയിലെ അംഗങ്ങൾ ഈസ്റ്റർ ആഘോഷിക്കുന്ന അവസരമായിരുന്നത്. കഴിഞ്ഞ മാസമായിരുന്നു ഈസ്റ്റർ. ഈസ്റ്ററിന്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ സമഗ്ര വിമോചനമാണ്. പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നുള്ള വിജയം. ഇവിടെ വാസ്തവം പറഞ്ഞാല് ഈസ്റ്ററിന്റെ അനുഭവത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഈ നഴ്സിംഗ് ശുശ്രൂഷയിലൂടെ നിങ്ങൾ ഏറ്റെടുക്കുന്നത്. ഒരു രോഗി ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഏതാണ്ട് നിരാശരായി വേദനയോടുകൂടി എത്രനാൾ ജീവിക്കുന്ന അറിയില്ല എന്നുള്ള ആ ചിന്തയിലൂടെയാണ് ഹോസ്പിറ്റലിൽ കടന്നത്. പ്രത്യേകിച്ച് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് തോന്നിയിട്ടില്ല. പക്ഷെ അവർക്ക് സൗഖ്യം കിട്ടി കഴിയുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ഒരു അനുഭവം. കോതമംഗലം ജ്യോതി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ത്രേസ്യമ്മ പള്ളിക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു. നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡാർലി ജോൺ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ വലേറിയ ദീപങ്ങൾ കൈമാറി. നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ മേരി ആലപ്പാട്ട് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. സ്റ്റേറ്റ് നഴ്സിംഗ് അസോസിയേഷൻ അഡ്വൈസർ ഡി അനീഷ് മുഖ്യപ്രഭാഷണം നടത്തി.
മുതലക്കോടം ഹോളി ഫാമിലി സ്കൂൾ ഓഫ് നഴ്സിംഗിൽ പുതിയതായി പ്രവേശനം നേടിയ കുട്ടികളുടെ ലാംപ് ലൈറ്റിംഗ് സെറമണിയും പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. ഇതിനോടനുബന്ധിച്ച് നഴ്സിംഗ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഫാത്തിമ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന്റെ പ്രാധാന്യം വിവരിച്ചുള്ള സ്കിറ്റും വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ചു. ഞാൻ സ്വർഗത്തിൽ നിന്നും വന്ന പരിശുദ്ധ അമ്മയാണ്, ഈശോയുടെ അമ്മ. ഈശോയുടെ അമ്മയാ? എവിടെ? ഞാനൊന്നും കണ്ടില്ല. നിങ്ങൾ ഇത് ആരോടായി വർത്താനം പറയുന്നേ? ഹായ്, ഞാനും കണ്ടു. എന്നാ രസമാ കാണാൻ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത്? കുഞ്ഞുങ്ങളെ, നിങ്ങൾ നിരന്തരം ജപമാല ചൊല്ലാറില്ലേ? ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് അമ്മ ഞങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നത്? നിരന്തരം ജപമാല ചൊല്ലണം. എന്തെന്നാൽ യുദ്ധം, ദാരിദ്ര്യം, സഭാപീഡനം, പരിശുദ്ധ പിതാവിനെതിരെയുള്ള അതിക്രമങ്ങൾ, എല്ലാറ്റിനും ഉപരിയായി റഷ്യയുടെ മാനസാന്തരത്തിനു വേണ്ടിയും എൻ്റെ വിമല ഹൃദയത്തിന് നിങ്ങളിത് സമർപ്പിക്കണം. പാപപരിഹാരത്തിനായി ദിവസവും ദിവ്യകാരുണ്യ സ്വീകരണം നടത്തുകയും വേണം. രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനാചരണമായ മെയ് 21 രാവിലെ 10:30 തൊടുപുഴ രാജീവ് ഭവൻ ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ സമ്മേളനവും സെമിനാറും നടക്കും. വർഗീയതയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി അണിനിരക്കുമെന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന സെമിനാർ മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്യും. വിഷയാവതരണം UDF ജില്ലാ ചെയർമാൻ S അശോകൻ നടത്തും. KPCC എക്സിക്യൂട്ടീവ് അംഗം CP മാത്യു, AM ദേവസ്യ, ജോൺ നെടിയപാല എന്നിവർ പ്രഭാഷണം നടത്തും. ജാഫർ ഖാൻ മുഹമ്മദ് അധ്യക്ഷത വഹിക്കും. BSNL സർവീസ് കാര്യക്ഷമമാക്കുക, മൊബൈൽ സിം കാർഡ് ലഭ്യത ഉറപ്പുവരുത്തുക, ഹൈറേഞ്ചിലേക്ക് ട്രാൻസ്ഫർ പോയി ജീവനക്കാരെ പകരക്കാരില്ലാതെ തിരികെ കൊണ്ടുവരിക, ഹൈറേഞ്ചിലും ലക്ഷദ്വീപിലും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുക, SC/ST വാർക്ക് ബ്ലോക്ക് ഫിൽ ചെയ്യുക, വിവിധ ഏജൻസികൾ BSNL കേബിളുകൾ നശിപ്പിക്കുന്നതിനെതിരെ മാനേജ്മെന്റ് നടപടി സ്വീകരിക്കുക മുതലായ ആവശ്യങ്ങൾ ഉന്നയിച്ച് 19 രാവിലെ 10 മുതൽ 1 വരെ തൊടുപുഴ CSC പരിസരത്ത് നടക്കുന്ന കൂട്ടധർണ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി K മോഹനൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ വൈസ് പ്രസിഡന്റ് KS വിദ്യാസാഗർ, ജില്ലാ ഭാരവാഹികളായ PS ശശി, MP വീരാൻ എന്നിവർ പ്രസംഗിക്കും. ഇടുക്കി, പീരുമേട്, തൊടുപുഴ, മൂന്നാർ മേഖലയിലെ മുഴുവൻ ജീവനക്കാരും ധർണയിൽ പങ്കെടുക്കും. ഇടവെട്ടി വലിയ ജാരം മുതൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വരെയുള്ള റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുകയാണെന്നും ഇത് എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കണമെന്നും യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് PK സലീം പള്ളത്തുപറമ്പിൽ ആവശ്യപ്പെട്ടു. അല്ലസ് TTIയിൽ D.Ed അപേക്ഷ ക്ഷണിച്ചു. മെയ് 31 വരെ അപേക്ഷിക്കാം. +2 പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. SC/ST വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഫോൺ 9446320332 0486224622. വിവിധ സർവീസ് മേഖലകളിൽ നിന്നും പെൻഷൻ പറ്റിയ ജീവനക്കാരുടെ മരീൻ ഫ്രട്ടേണിറ്റി 7ാമത് പ്രാർത്ഥനാ കൂട്ടായ്മ തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാത പള്ളിയിൽ വെച്ച് 19 രാവിലെ 9:30 മുതൽ 1:30 വരെ ജപമാല, വചന പ്രഘോഷണം, ആരാധന, ദിവ്യബലി എന്നിവയോടൊപ്പം നടത്തപ്പെടുന്നു. ബിസിനസ് വാർത്തകൾ.
ഒറിസൺ ടൂർ പോയിന്റ് തൊടുപുഴ മദർ തെരേസ ലൈനിലുള്ള CML ബിൽഡിംഗിൽ പ്രവർത്തനം തുടങ്ങി. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് P. വേണു, വാർഡ് കൌൺസിലർ T. A. ഷാഹുൽ ഹമീദ്, മോൺസൺ ജോൺ, ജോർജ് ഒലിപ്പുറം, ഫാദർ ജോസഫ് കല്ലറിക്കൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിശുദ്ധ നാട് യാത്ര ഉൾപ്പെടെ വിവിധ ടൂർ പാക്കേജുകൾ ഒറിസൺ ടൂർ പോയിന്റ് ലഭ്യമാക്കുന്നു. ഷെർലിച്ചൻ മാത്യു, ബിജു അഗസ്റ്റിൻ എന്നിവരാണ് മാനേജിംഗ് പാർട്ണർമാർ. സംരംഭം ഇവിടെ ആരംഭിക്കാൻ സന്തോഷമുണ്ട്. ആദ്യത്തെ സംരംഭമാണ് അല്ലേ? എല്ലാം ഭംഗിയായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനം ഇവിടെ വളർന്നു വരുവാനായിട്ട് എല്ലാ നന്മകളും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദിവസേന മാസികയും അതെല്ലായിടത്തേക്കും ലോകത്തും എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ദൈവത്തിന്റെ അനുഗ്രഹം ഈ പ്രസ്ഥാനത്തിനും ഈ സ്ഥാപനത്തിനും സംരംഭത്തിനും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർവഹിക്കുന്നു. മുട്ടം മാർത്താമറിയം ഷോപ്പിംഗ് കോംപ്ലക്സിൽ മരീൻ ഗ്ലാസ് ഹൌസ് പ്രവർത്തനം തുടങ്ങി. മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടിയമ്മ മൈക്കിൾ ഉദ്ഘാടനം നിർവഹിച്ചു. മുട്ടം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PS രാധാകൃഷ്ണൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. പ്രമുഖ കമ്പനികളുടെ ഗ്ലാസ്, പ്ലൈവുഡ്, MDF, മൾട്ടിവുഡ്, ഹൈലം ഷീറ്റ്, മൈക്ക, മോൾഡിംഗ് ഡോർ തുടങ്ങിയവ ലഭ്യമാണ്. പ്രമുഖ കമ്പനികളുടെ ഹാർഡ്വെയർ ഫിറ്റിംഗ്സും വിവിധതരം ഫോട്ടോകളും കർട്ടൻ ഫിറ്റിംഗ്സും മിതമായ നിരക്കിൽ ലഭിക്കും. ഡൈനിങ് ടേബിൾ ഗ്ലാസുകൾ, ഫോട്ടോ ഫ്രെയിമിംഗ്, അക്വേറിയം എന്നിവ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കും. ഉദ്ഘാടനം പ്രമാണിച്ച് ഒരു മാസത്തേക്ക് ഓരോ 3000 രൂപയുടെ പർച്ചേസിന് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്.
ഇന്നത്തെ ചിന്താവിഷയം പൗലോസ് പാറേക്കനാഥന്റെ ചിന്തകൾ ശ്രവിക്കുക. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധനായ ഫ്രാൻസിസ് സാലസിനെ കുറിച്ച് മുമ്പ് കേട്ടത് മറന്നു കാണില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു ധ്യാനമുണ്ട്. വേദനയ്ക്കിടയിലും ശാന്തത പാലിക്കാനും ഉത്കണ്ഠകൾക്കിടയിൽ സമാധാനം പാലിക്കാനും സാധിക്കുന്നവൻ പരിപൂർണനാണ്. വേദനിക്കുമ്പോൾ ശാന്തത പാലിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? നിലവിളിക്കുക, കോപിക്കുക, അട്ടഹസിക്കുക, ബഹളം വയ്ക്കുക, അടുത്ത് നിൽക്കുന്നവരെ ചീത്ത വിളിക്കുക. വേദനിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ പ്രതികരണങ്ങൾ ഇങ്ങനെയൊക്കെയല്ലേ? ഒരുപാട് വൈരൂപ്യം നിറഞ്ഞ അപൂർണതയാണ് ആ പ്രകടനത്തിൻ്റെ മൂലകാരണം. അതോടൊപ്പം ഉത്കണ്ഠകൾക്കിടയിൽ സമാധാനം പാലിക്കാൻ സാധിക്കണം. ഈ കാലഘട്ടത്തിൽ സമൂഹത്തെ മൊത്തത്തിൽ ഗ്രസിച്ചിരിക്കുന്ന മാരകമായ ഒരു രോഗമാണ് ഉത്കണ്ഠ, അനാവശ്യമായ ആങ്സൈറ്റി. പക്ഷേ ആ ഒരൊറ്റ കാരണം കൊണ്ട് ആളുകൾക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയുന്നില്ല, സമാധാനം കൊടുക്കാനും കഴിയുന്നില്ല. ഉത്കണ്ഠകൾ വരുമ്പോൾ സമാധാനം പാലിക്കാൻ കഴിയണമെങ്കിൽ ദൈവവിശ്വാസിയായിരിക്കണം. എന്നെ അറിയുന്ന, എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന, എൻ്റെ ഇന്നലെകളും എൻ്റെ ഇന്നും എൻ്റെ നാളെകളും അറിയുന്ന, എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഹൃദയം അറിയുന്ന ഒരു ദൈവമുണ്ട് എനിക്ക്. എത്ര വലിയ ഉത്കണ്ഠ വന്നാലും ഈ ബോധ്യമുള്ള ഒരാൾ സമാധാനിക്കും. ശാന്തമായി അയാളോട് പറയും, ഉത്കണ്ഠ വേണ്ട, എൻ്റെ ദൈവമെല്ലാം നന്നായി ചെയ്യും. ഇപ്രകാരം ശാന്തരായിരിക്കാനും സമാധാനം അനുഭവിപ്പാനും കഴിയുമ്പോൾ വേദനകളിലും ഉത്കണ്ഠയിലുമൊക്കെ സ്വച്ഛത അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് ഒരാൾ പരിപൂർണനാകുന്നത്. എനിക്ക് പരിപൂർണനാകണ്ട എന്ന് പറഞ്ഞ വഴിയല്ലേ പതുക്കെ നടന്നു തുടങ്ങുക. പിച്ച വയ്ക്കുന്ന കുഞ്ഞ് പതുക്കെ പതുക്കെ വേഗത്തിൽ നടന്ന് ശീലിച്ച് പിന്നെ ഓടി പിന്നെ എല്ലാം കീഴടക്കുന്ന ഒരു നിലയിലേക്ക് എത്തുന്നത് പോലെ പരിശ്രമിച്ചാൽ ഇതൊക്കെ സാധ്യമാണ്. നമുക്ക് തുടങ്ങാം, നന്നായിട്ട് പരിശ്രമിക്കാം, സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം പറയുക. ചരമവാർത്തകൾ. തൊടുപുഴ പാറേക്കാട്ട് PK ജോൺ നിര്യാതനായി. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9:30 തെനങ്കുന്ന് പള്ളിയിൽ. ഭാര്യ ലൂസി ജോൺ കൂനമ്മാക്കൽ കുടുംബാംഗം. മക്കൾ ദീപക്, ദിലീപ്, മരുമക്കൾ ശാന്തി, റോസ്മോൾ. കരിമണ്ണൂരിലെ ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകൻ കുന്നംവിള്ളിൽ കുഞ്ഞേട്ടൻ എന്ന് വിളിക്കുന്ന KO ജോസഫ് നിര്യാതനായി. 80 വയസ്സായിരുന്നു. ഭാര്യ പരേതയായ VT റോസ. സംസ്കാരം ഞായറാഴ്ച 2 മണിക്ക് കരിമണ്ണൂർ സെന്റ് മേരീസ് പള്ളിയിൽ. മക്കൾ സിനി, സിനോ, സിനു. കോൺഗ്രസ് മെമ്പർഷിപ്പ് എടുത്തിട്ട് 65 വർഷം പിന്നിട്ടു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2720 രൂപ. വെള്ളി ഗ്രാമിന് 41 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 129 രൂപ. RSS 5 കിലോഗ്രാമിന് 126 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴയിലെ പുതിയ KSRTC മന്ദിരത്തിലെ കടമുറികളുടെ ലേലം അലങ്കോലപ്പെട്ടു. 25 ലക്ഷം രൂപ മിനിമം ഡെപ്പോസിറ്റ് വേണമെന്ന അധികൃതരുടെ നിലപാടാണ് പ്രതിഷേധത്തിന് കാരണമായത്. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികം അരങ്ങ് 2017 ആഘോഷിച്ചു. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രസന്ന ഉദ്ഘാടനം ചെയ്തു. മുതലക്കോടം ഹോളി ഫാമിലി സ്കൂൾ ഓഫ് നഴ്സിംഗിൽ പുതിയതായി പ്രവേശനം നേടിയ കുട്ടികളുടെ ലാംപ് ലൈറ്റിംഗ് സെറമണിയും പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഉണക്കമരം. ലോറി സ്റ്റാൻഡിന് സമീപത്തായിട്ടാണ് ഈ മരം നിൽക്കുന്നത്. തൊടുപുഴയിൽ പുതിയതായി നിർമ്മിച്ച ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ മന്ദിരത്തിന്റെ വെഞ്ചരിപ്പ് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.